ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയായ ഒരു ഔഷധ ചെടിയാണ് ചങ്ങലം പരണ്ട. എന്നാൽ അത് കഴിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് കുട്ടികളാണേലും ഏത് വലിയവരാണേലും ഇതുപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇത് കഴിക്കാൻ മടിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രത്യേക തരം അച്ചാറാണ് ചങ്ങലം പരണ്ട കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും ഔഷധ ഗുണമുള്ള ചങ്ങലം പരണ്ട. ഈ ചങ്ങലം പരണ്ട തന്നെ പല വെറൈറ്റി ഉണ്ട്. ഏതാണ്ട് 10 വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നത്. ശരിക്കും റൗണ്ടായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്, പിന്നെ 2 സൈഡിലും ഇങ്ങനെ പരന്ന തരത്തിലുള്ളതുണ്ട്, പിന്നെ 3 സൈഡിലുള്ളതുണ്ട്. അങ്ങനെ പല ഉണ്ട്. അതിൽ ഏറ്റവും ഗുണം ഉള്ളത് ഈ 4 സൈഡും ഉള്ള 4 മൂലകൾ ചേർന്നിരിക്കുന്ന ആ ടൈപ്പുള്ള ജോയിൻ്റുള്ള ആ ടൈപ്പ്. അതായത് ഈ ടൈപ്പ് തന്നെയാണ് ഏറ്റവും ഗുണമുള്ളത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബോൺ സെറ്റർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ബോൺസിനെ സെറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇതിനെ ആ പേര് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് വളരെ ഗുണമുണ്ട് നമുക്ക്. പക്ഷേ മുറിവ് ഉള്ളപ്പോൾ പറ്റൂല. മുറിവ് ഇല്ലാത്തപ്പോൾ ഇതുകൊണ്ട് കാച്ചിയ ഓയിൽ തേച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് അകത്തേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അച്ചാറിടാനായിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ഇത്രയും ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 4 ചതുരവും ഉള്ള ആ വെറൈറ്റി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 4 ചതുരം ഉള്ള അതിൻ്റെ ആ ചതുരമുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയും. എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. വൃത്തിയാക്കിയെടുത്ത ഈ കഷ്ണങ്ങൾ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കാരണം ഇത് നമ്മൾ എടുക്കുന്ന ആ എണ്ണ ഉപയോഗിച്ച് നമ്മളുടെ എവിടെയെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് വറക്കുന്ന ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെറ്റ് ആകാനായിട്ട് പ്രയോജനം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കുറച്ച് കൂടുതൽ എണ്ണ ഡീപ്പ് ഫ്രൈ പോലെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ആ എണ്ണ വേസ്റ്റായി പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്ങലം പരണ്ട വറുത്തെടുക്കും. ഇത് നല്ല രീതിയിൽ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇതിന് ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലതായിട്ട് എണ്ണ കൂടുതൽ ഒഴിച്ച് തന്നെ വറക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് ചങ്ങലം പരണ്ട കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. കാരണം ഒരു ഔഷധക്കഞ്ഞിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുണ്ട്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് വറുത്ത് എടുത്തിട്ട് ആ വറുത്ത പീസസ് പൊടിച്ചിട്ടാണ് തേങ്ങയൊക്കെ ഇട്ട്, നമുക്കറിയാം മറ്റുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ അതിനും ഇതേപോലെ തന്നെയാണ് വറുത്തെടുക്കേണ്ട പ്രോസസ്സ് ചെയ്യേണ്ടത്. എപ്പോഴും അതിൻ്റെ 4 മൂല നമ്മൾ വേസ്റ്റായിട്ട് കളയണം. നാര് പോലെയുള്ള ഭാഗങ്ങൾ കളഞ്ഞ് ഏറ്റവും നല്ല പീസസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഉപയോഗത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇതിനകത്തുള്ള ജലാംശം തീരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചങ്ങലം പരണ്ട നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് കാര്യം, നമ്മൾ ഇതിൻ്റെ കൂടെ എപ്പോഴും പുളിയും ഉപ്പും ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല, വയറിൽ പിടിക്കൂലെന്ന് മാത്രമല്ല അതിനകത്തൊരു പ്രത്യേക തരം ചൊരിച്ചിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് ആദ്യം തന്നെ ഉപ്പിടുന്നു. പിന്നെ നമ്മൾ പുളി, ഈ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളൻ പുളിയാണ് കേട്ടോ. ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള വാളംപുളി കഷ്ണം കൂടി ഇട്ടിട്ട് നമ്മൾ അവസാന ഭാഗം നമ്മൾ ഒന്നുകൂടി അത് ഇളക്കി ഇതിൻ്റെ കൂടെ യോജിപ്പിക്കണം.
ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണെങ്കിലും അതോടൊപ്പം തന്നെ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും അഥവാ നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്ന പൈൽസിനൊക്കെ ഡയറക്റ്റ് കഴിക്കും ഉണക്കിയിട്ട് പൊടിച്ച്, അപ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ വാളൻപുളി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. വാളൻപുളി, ഉപ്പും. അപ്പോൾ ഇതുകൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി എണ്ണ തെളിയുന്ന ഭാഗം, അതായത് നമ്മൾ ഇപ്പോൾ തീ കുറച്ചിട്ടാണ് ഇളക്കുന്നത്, ഇതിലെ ഉള്ള ജലാംശം മുഴുവൻ മാറി അത് നല്ല രീതിയിലൊന്ന് അരയ്ക്കാൻ പാകത്തിനാകണം. അപ്പോൾ ഒരു എണ്ണ തെളിയുന്ന ഭാഗമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത ശേഷം നമ്മളത് തണുക്കാൻ അനുവദിക്കുക. കാരണം നമ്മളിത് തണുത്ത ശേഷം അരച്ചെടുക്കേണ്ടതാണ്. മിക്സിയിലാണ് ഞാൻ അരയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിത് കോരി ഒരു പാത്രത്തിൽ വെച്ച് അത് തണുത്ത ശേഷമാണ് നമ്മൾ അരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം. ഇത് നമ്മൾ അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ചട്ടിയിലിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം അരയ്ക്കാൻ. ഇത് ഡയറക്റ്റ് അരയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ജിഞ്ചർ ഗാർലിക്, വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ ഇഞ്ചി, പിന്നെ നമ്മൾ ഇതിന് അരയ്ക്കാൻ തന്നെയല്ല അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈന്തപ്പഴം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും മൂപ്പിച്ചിട്ട് വേണം നമ്മൾ നമ്മളിപ്പോൾ എടുത്തു വെച്ച്, ഇത് നമുക്കറിയാം ഇതിനകത്ത് പുളിയുണ്ട്, ഉപ്പുണ്ട്, അതോടൊപ്പം തന്നെ ചങ്ങലം വരണ്ട നമ്മൾ നല്ല രീതിയിൽ വറുത്തത്, ഈ സാധനങ്ങളെല്ലാം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് എണ്ണ ഒഴിക്കുക. നല്ലെണ്ണയാണ് ഇതിനൊക്കെ ഉപയോഗിക്കാനായിട്ട്. ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് മൂത്ത് കഴിയുമ്പോൾ ഉലുവ. അപ്പോൾ ഉലുവ മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അത് രണ്ടും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരുവിധം മൂക്കണം. നമ്മളിതെല്ലാം ചെയ്യുന്നത് നല്ലെണ്ണയിലാണ്. കാരണം നല്ലെണ്ണയാണ് നമ്മൾ ഏത് അച്ചാറിടാനും ഏറ്റവും നല്ലത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം കൊടുക്കാനായിട്ട്. കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കരിവേപ്പിലയും ഇതെല്ലാം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി വെച്ചിട്ട് തണുക്കണം. തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ ഇടുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചങ്ങലം വരണ്ട ഉപ്പൊക്കെ കൂടി വറുത്ത് വെച്ചിരുന്നല്ലോ, അത് ഇടുക മിക്സിയിലേക്ക്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ച് അത് ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്ക് ജിഞ്ചർ ഗാർലിക്കൊക്കെ കൂടിയത് അതും കൂടി ഇടാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇത് രണ്ടും കൂടി നമ്മൾ കൊണ്ടുപോയി മിക്സിയിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരഞ്ഞ് വരണ്ട, ഒരുവിധം ഒന്ന് പൊടിഞ്ഞ് ആയി വരണം. ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോയി എടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇതുപോലെ ആയാൽ മതി. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് ശരിക്കും നമ്മളുടെ ഔഷധമായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി അച്ചാറുണ്ടാക്കാം. അപ്പം ഇതിനകത്തേക്കുള്ള ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ ഈന്തപ്പഴം കൂടിയേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒരിച്ചിരി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വലിയവർക്കാണെങ്കിൽ കുറച്ച് കൂടുതലിടാം, കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കുറവ് മതി. അപ്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തിടുന്നതാണ് കൂടുതൽ നല്ലത്. മുളക് പൊടി ഇട്ട ശേഷം ഒന്നൊരു വ്യത്യാസമായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി.
അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതോടൊപ്പം ഒരു കുറച്ച് കായപ്പൊടി, ഒരു ചെറു തീയിൽ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ചു വെച്ച നമ്മുടെ ഉണ്ടായിരുന്നല്ലോ എല്ലാം കൂടി കൂട്ടിയത്, അതിട്ട് കൊടുക്കുക. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഈന്തപ്പഴം. കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ മിക്സി ഒന്ന് കഴുകിയെടുത്ത വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ എണ്ണയൊക്കെയുള്ള മിക്സിയിലുള്ള ആ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ അച്ചാർ വളരെ നാളത്തേക്ക് കേടുവരാതിരിക്കും. പിന്നെ ചിലർക്ക് കുറച്ചുകൂടി ലൂസായി കിടക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ച് അതിനെ കുറച്ചുകൂടി ലൂസാക്കിയും ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ചാലത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും നമ്മുടെ എല്ലുകൾ, ഇത് ചോറിൻ്റെ കൂടെയോ അല്ല എന്തിൻ്റെ കൂടെയാണെങ്കിലും കുറച്ച് കഴിച്ചാൽ എല്ലുകൾ പെട്ടെന്ന് കത്തിക്കൂടും. അതോടൊപ്പം തന്നെ മുട്ടുവേദന, ഒരുപാട് രോഗങ്ങൾക്ക് മാറുന്നത് മാത്രമല്ല നല്ല രുചിയായിട്ടുള്ള ഒരു അച്ചാറുമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതുമാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്ന് മാത്രമല്ല വളരെയധികം ഗുണങ്ങളുള്ള ഈ അച്ചാർ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചങ്ങലം വരണ്ട കൊണ്ടുള്ള എണ്ണ, അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ചങ്ങലം വരണ്ട കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി, ഇതാണ് ചമ്മന്തിപ്പൊടി. ഈ ചമ്മന്തിപ്പൊടിയും കൂടി കൂട്ടുക. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ അച്ചാറും ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിച്ചാൽ എത്ര ഒടിഞ്ഞ എല്ലുകളും പെട്ടെന്ന് തന്നെ യോജിക്കും.